ഹലോ നമസ്കാരം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ഗോയിങ് ആക്കാൻ. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കുറേ പണികൾ, നമ്മൾ കുറേ വർക്കുകളൊക്കെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവുമല്ലേ നമ്മളുടെ മൈൻഡ്. അപ്പം നമുക്ക് അതിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ ടിപ്സാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഇപ്പം 2025 എൻ്റെ ബർത്ത്ഡേ വരാൻ പോകുന്നത് സെപ്റ്റംബറിലാണ്. അപ്പം ഞാൻ ആ സെപ്റ്റംബർ മാസം, ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണോ അപ്പം മുതൽ ഞാനിപ്പം സെപ്റ്റംബർ മുതൽ ഇന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യും, ഒരു മാറ്റമില്ലാതെ ചെയ്യും എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പം ആദ്യം തന്നെ ഞാൻ പറയണത്, നമ്മൾ ഒരു വീക്ക്, ഇപ്പം സൺഡേ എടുക്കാം. സൺഡേ നമുക്ക് ആ വീക്കിലേക്കുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുക. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അന്ന് എന്തൊക്കെയാണ് പ്ലാൻ എന്നുള്ള ദിവസം. അപ്പം ആദ്യമൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ അത് മാറില്ലേ, അങ്ങനെ മാറില്ലേ. പക്ഷേ നമ്മൾ 2 ആഴ്ച ഉണ്ടാവുള്ള ആ ഡിഫിക്കൽട്ടീസ്, പിന്നെ നമുക്കത് ഓക്കെ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം അതിൽ വരുന്നതാണ് മീൽ പ്ലാൻ. മീൽ പ്ലാന് നമ്മൾ റെഡിയാക്കി വയ്ക്കുക സൺഡേ തന്നെ. മൺഡേ ഇന്ന മെനു ആണ്, ഇപ്പം ട്യൂസ്ഡേ ഇന്നാണ്. അപ്പം വെജിറ്റബിൾസൊക്കെ അതനുസരിച്ച് നമ്മൾ സൺഡേ തന്നെ വാങ്ങി വയ്ക്കാം. ഇടയ്ക്ക് പോയിട്ട് വാങ്ങുമ്പോഴത്തേക്കും നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് മണി ലോസ് വരില്ല നമുക്ക് സൺഡേ തന്നെ വാങ്ങി വെച്ചാൽ. അപ്പോൾ എന്നാൽ ഗ്രോസറി ഐറ്റംസൊക്കെ നമുക്ക് മന്ത്ലി ഫസ്റ്റ് തന്നെ വാങ്ങി വെക്കാം. അങ്ങനെ അത് വേറെ ചെയ്യാം. ഇതെന്ന് വെച്ചാൽ സൺഡേ നമ്മൾ എഴുതി വയ്ക്കുക, ഇന്ന സാധനം വാങ്ങണം, അല്ലെങ്കിൽ ഇന്ന ദിവസം ഒരാളെ കാണാൻ പോകണം, അല്ലെങ്കിൽ EMI ഇത്ര ഈ വീക്കിൽ അടക്കാനുണ്ട്. അതങ്ങ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു 2-3 വീക്കൊക്കെ നമുക്കിത് അതായി പോകും. പക്ഷേ പിന്നെ അങ്ങോട്ട് നമുക്ക് അത് സെറ്റായി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിൽ വരുന്നതാണ് ഇപ്പം മീൽ പ്ലാൻ ചെയ്യാം, എത്ര സാധനങ്ങൾ വാങ്ങണമെന്ന്, അതുപോലെ ആരൊക്കെ കാണണം, അല്ലെങ്കിൽ പർട്ടിക്കുലർ മൂവി നമുക്ക് കാണണം, അത് ആ ഒരു വീക്കിൽ എന്തൊക്കെ ചെയ്യണോ അത് നമുക്ക് എല്ലാം എഴുതി വയ്ക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും നമ്മളുടെ ബെഡ്ഷീറ്റൊക്കെ അലങ്കോലമായി കിടക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ ആ മടക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് ആ ദിവസം ഫുള്ളായിട്ട് നമ്മളുടെ ഒരു മൈൻഡ് ഒരു ഇതായിരിക്കും. നമ്മൾ പിന്നെ വന്ന് ബെഡ്റൂം നോക്കുമ്പോൾ നമ്മൾ മടക്കിയൊന്നും ക്ലീനൊന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ഒരു നെഗറ്റിവിറ്റി. അടുത്തതായിട്ട് വരുന്നതാണ് ട്രൈ ടു സേ നോ. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ തന്നെ പറയാം, നോ പറയാൻ ശീലിക്കുക. അത് കുറേ പേർക്ക് ഇപ്പം സംഭവിക്കാറുണ്ട്. ഇപ്പം എനിക്ക് തന്നെയാണെങ്കിലും കുറേ നാൾ മുന്നേയൊക്കെ അയ്യോ ഇവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, നമുക്ക് നോ പറയുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച് മോശം വിചാരിക്കില്ലേ, ഒരു നല്ല കുട്ടി ഇമേജ് മാറ്റാൻ വേണ്ടി നമുക്ക് ഭയങ്കര ഇതായിരിക്കും. ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നോ തന്നെ പറയാം. ഇപ്പം ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് ജീവിക്കാനേ പറ്റില്ല. സോ ഇപ്പം ഫിനാൻഷ്യലി ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും ആരെങ്കിലും ഒരു കടം ചോദിക്കുക, നമുക്ക് പറ്റുന്നതാണെങ്കിൽ കൊടുക്കാം കേട്ടോ, കൊടുക്കണ്ടെന്ന് അങ്ങനെയല്ല പറയണത്. പക്ഷെ നമുക്ക് പറ്റാത്തതാണെങ്കിൽ ചിലവർ പറയും നോക്കട്ടെ, പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വെറുതെ ഹോപ്പ് കൊടുക്കാതിരിക്കാമല്ലോ. നമുക്ക് ആദ്യം തന്നെ പറ്റാത്തതാണെങ്കിൽ കൂടില്ല എന്നുള്ളത് നമ്മൾ പറയും അവരോട്. അടുത്തതായിട്ട് വരുന്നതാണ് ഈറ്റ് ഗുഡ് ഹെൽത്തി ഫുഡ്. നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറേ പേര് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഓഫീസ് ഗോയിങ് ആൾക്കാരാണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും കോളേജസ് ഒക്കെ പോകുമ്പോൾ അവർ ധൃതി പിടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോവാം. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂൾ ലൈഫിലൊക്കെ മിക്ക ദിവസത്തിലും സ്കൂൾ ഡേ ഉള്ള സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഒരിക്കലും പാടില്ല. നമ്മളുടെ ആ ത്രൂ ഔട്ട് ദി ഡേ നമ്മളെ ഹെൽത്തി നല്ല ഇതായി നിൽക്കണമെങ്കിൽ, എനർജറ്റിക്കായി നിൽക്കണമെങ്കിൽ ഫുഡ് ഭയങ്കര നിർബന്ധമാണ്. കാരണം ഹെൽത്തി ഫുഡ് തന്നെ നമ്മൾ ശ്രമിക്കുക കഴിക്കാൻ. പ്രോട്ടീൻ റിച്ച് അല്ലെങ്കിൽ വൈറ്റമിൻ എല്ലാം അടങ്ങിയ ഫുഡ്സ് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡൊക്കെ എല്ലപ്പോഴും കഴിക്കുക എന്നല്ലാതെ നമ്മൾ ഒരു വീക്ക്ലി അല്ല, നമ്മളൊരു മന്ത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ കഴിക്കുക. അല്ലാതെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഹെൽത്തിനെ നമ്മൾ കളയാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തതായി വരുന്നതാണ് കീപ് ദ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മൾ ചുറ്റുപാടുള്ളത് ക്ലീനാക്കി വെക്കുക എന്നുള്ളത്. അപ്പം തന്നെ നമ്മളുടെ മൈൻഡ് ഇപ്പം നല്ലൊരു റിഫ്രഷിങ് മൈൻഡ് വരും. നമ്മളുടെ വീടിന് ചുറ്റും അല്ലെങ്കിൽ റൂം അത് ഒക്കെ എല്ലാ ഡെയിലിയും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക. അതിലൂടെ നമുക്ക് ഒരു ചേഞ്ച് വരാൻ ശ്രമിക്കാം. അടുത്ത വരുന്നതാണ് സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ മീ ടൈം കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം അമ്മമാരായവരും അപ്പം വലിയ കുട്ടി
കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ അമ്മമാർ ഒരിക്കലും അവർക്ക് ആയിട്ട് ടൈം ഒരിക്കലും സ്പെൻഡ് ചെയ്യാറില്ല അല്ലേ. ഇപ്പം കുട്ടികളെ നോക്കി അങ്ങനെ കുട്ടികളെ നോക്കണം, അത് വേറെ കാര്യം. പക്ഷേ നമുക്ക് നമ്മളേതായ ടൈം ഒരു ദിവസം അല്ലെങ്കിൽ മാറ്റി വയ്ക്കാൻ നോക്കുക കുറച്ച് നേരത്തേക്ക്. അത് നമുക്ക് ഹെയർ കെയർ ചെയ്യാം, സ്കിൻ കെയർ ചെയ്യാം, മാനിക്യൂർ ചെയ്യാം, പെഡിക്യൂർ ചെയ്യാം, അങ്ങനെ പല നമുക്ക് നമ്മളേതായ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, മീ ടൈം കണ്ടെത്താൻ ശ്രമിക്കാം. അതിലൂടെ നമുക്ക് നമ്മളോട് തന്നെ നമ്മളോട് തന്നെ ഒരു സ്നേഹം വേണ്ടേ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ട്രൈ ചെയ്യാൻ നോക്കുക. നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നല്ല നല്ല മാറ്റങ്ങൾ തന്നെ സംഭവിക്കും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. സോ ബൈ.